സജീഷ്, എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നിരപരാധിത്വം തെളിയിക്കും, അതിന് MLA ആയ IC ബാലകൃഷ്ണൻ പറയുന്ന അദ്ദേഹവും കത്ത് കൊടുത്തിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ. അങ്ങനെ അന്വേഷണം നടത്തി നിരപരാധിത്വം തെളിയിക്കും എന്ന മട്ടിലാണ് ഇന്ന് കൈരളി ന്യൂസ് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം പറയാൻ തയ്യാറായത്. അത്രയെങ്കിലും പറഞ്ഞു എന്നുള്ളതാണ്. അതിനു മുമ്പ് അങ്ങനെ പോലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തെളിയിക്കപ്പെടേണ്ടതായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് പോലും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ സ്പഷ്ടമായി അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, മുൻ MLA പേരുണ്ട്. അപ്പോൾ പറയുന്നു നിരപരാധിത്വം തെളിയിക്കും, അന്വേഷണത്തിന് താനും കത്ത് കൊടുത്തിട്ടുണ്ട്, നടക്കട്ടെ എന്ന്. എന്ത് നിരപരാധിത്വമാണ് തെളിയിക്കാനുള്ളത് എന്നതൊരു പ്രശ്നമാണല്ലോ. ഇവർ ചെയ്ത അപരാധം എന്ത് എന്ന് ഒരു ആത്മഹത്യാ കുറിപ്പിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്. 8 പേജുകളുള്ള 10 ദിവസം തനിക്ക് വല്ല നീതിയും കിട്ടുമോ എന്ന് കാത്തു നിൽക്കണമെന്ന് മനംനൊന്ത് ഒരു മനുഷ്യൻ എഴുതി വെച്ച കുറിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. KPCCയുടെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി അതിനുശേഷം അവരെന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്ന് കാത്തു നിൽക്കണമെന്ന് മക്കൾക്ക് എഴുതി വെച്ചു പോയ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇവർക്ക് അതിൽ തെളിയിക്കാനുള്ളത്? എന്ത് നിരപരാധിത്വമാണ് ഇവർക്ക് തെളിയിക്കാനുള്ളത്? ഒന്നും അവർക്ക് തെളിയിക്കാനില്ല. 2 മനുഷ്യരുടെ ജീവനാണ് ഈ കോൺഗ്രസിൻ്റെ ആർത്തിമൂത്ത സമീപനം, പണത്തോടുള്ള ആർത്തിമൂത്ത സമീപനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർ മറ്റ് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇവർക്കറിയാം അവർക്ക് ചില പരിലാളനകൾ ലഭിക്കുമെന്ന്. ആ പരിലാളനയാണ് പ്രശ്നം. ആ പരിലാളനയുടെ പുറത്ത് അവർ സ്നേഹത്തിൻ്റെ കടയാണ് കോൺഗ്രസ് എന്നെല്ലാമാണ് പറയുന്നത്. കോൺഗ്രസ് സ്നേഹത്തിൻ്റെ കടയല്ല, വഞ്ചനയുടെയും ചതിയുടെയും കൊള്ളയുടെയും അഴിമതിയുടെയും കള്ളത്തരത്തിൻ്റെയും എല്ലാം ഒരു ചോരി ചൗക്കാണ് കോൺഗ്രസ് എന്നത് നമുക്ക് വ്യക്തമാണ്. അതിനെ മറച്ചുവെക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ അവർക്കൊരുപാട് പരിലാളനം നൽകിയിട്ടുണ്ട്. ആ പരിലാളനയിൽ നിന്ന് എന്തും ചെയ്യാം എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മാറി. അതിൻ്റെ ഇരയാണ് ഇവിടെ ആത്മഹത്യക്ക് വിധേയനാകേണ്ടി വന്ന കോൺഗ്രസിൻ്റെ DCCയുടെ ട്രഷറർ NM വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അംഗപരിമിതിയുള്ള മകനും ഉൾപ്പെടെ. സജീഷ് കേൾക്കാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പറഞ്ഞ കോൺഗ്രസ് ഓക്കെ താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ നെറികെട്ട സമീപനത്തിൻ്റെ ഇരയായിക്കൊണ്ടാണ് ഈ 2 മനുഷ്യരും മരണപ്പെട്ടിട്ടുള്ളത്, ആത്മഹത്യയിൽ അവർ അഭയം പ്രാപിച്ചിട്ടുള്ളത്. അപ്പോഴും അവർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, താൻ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് അല്പമെങ്കിലും നീതി ലഭിക്കുമെന്നുള്ള സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം 10 ദിവസം മരണത്തിന് ശേഷവും മാറ്റിവെച്ചു എന്നതെങ്കിലും ഈ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടേ? അതിലെല്ലാം കഴിഞ്ഞ് അവസാനമാണ് മക്കളിപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന്. 2 മനുഷ്യരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഇത് ആത്മഹത്യയല്ല, ഇത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള കൊലപാതകമാണ്. ഏറ്റവും ഹീനമായ 2 അരും കൊലയാണ് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. അതിൻ്റെ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം രാജിവെക്കുന്നില്ലേ? രാജിവെക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ ഈ കേരളത്തിൽ. അദ്ദേഹത്തെ ഇപ്പം കാണാനില്ലല്ലോ. KPCCയുടെ ഒരു പ്രസിഡന്റിനെ ഇപ്പം കാണാനില്ലല്ലോ. ആർക്കെതിരെയെങ്കിലും ആരെങ്കിലും ഏത് പോയ കോടാലി എന്ത് വിളിച്ചു പറഞ്ഞാലും ഉടനെ രാജിവെക്കണം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ എവിടെ പോയി? ഇവിടെ തെളിവ് സഹിതം ഒരു ആത്മഹത്യാക്കുറിപ്പ്, ഒരു വാക്കല്ല, വാചകമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഭാഷണ ശകലമല്ല, ഒരു മനുഷ്യൻ്റെ 8 പേജിലുള്ള ജീവിതത്തിലെ അവസാനത്തെ കുറിപ്പ് മുന്നിൽ വന്നിരിക്കുന്നു. ഇവർ രാജിവെക്കാൻ വേണ്ടി പറയണ്ടേ? MLAയോട് രാജിവെക്കാൻ വേണ്ടി പറയുന്നുണ്ടോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചല്ലോ കേരളത്തിൽ. ഇത് രാജിവെക്കണ്ടേ? രാജിവെക്കാൻ ഇവർ ആവശ്യപ്പെടണ്ടേ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടണ്ടേ? KPCCയുടെ പ്രസിഡന്റ് ആവശ്യപ്പെടണ്ടേ? UDFിലെ കക്ഷികൾ ആവശ്യപ്പെടണ്ടേ? ഇവിടെയുള്ള മാധ്യമ സമൂഹം അതിനുവേണ്ടി ചർച്ച നടത്തണ്ടേ? ഇവിടെയുള്ള ബുദ്ധിജീവി സമൂഹം അതിനുവേണ്ടി വർത്തമാനം പറയണ്ടേ? സാംസ്കാരിക ലോകത്ത് കവിതകൾ ഉണ്ടാകണ്ടേ? ആത്മഹത്യയെക്കുറിച്ചുള്ള കവിതകൾ ഉണ്ടാകണ്ടേ? അതൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ വരട്ടെ.